ഇന്നലെ കഴിഞ്ഞ ദിവസം മുക്കത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നു. പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. യുവതി ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് പീഡന ശ്രമം ഉണ്ടായത്. ഫോണിന്റെ റെക്കോർഡിംഗ് സംവിധാനം ഓണായിരുന്നു. അങ്കിളാണ് പേടിക്കണ്ട. അങ്കിൾ തന്നെ സംസാരിക്കാൻ ഒത്തുണ്ടാക്കി നിന്നെ മാനം പോകും. ഒത്തുണ്ടാക്കി നിന്നെ മാനം പോകും. അങ്കിളാണ് പേടിക്കണ്ട. അങ്കിൾ തന്നെ സംസാരിക്കാൻ ഒത്തുണ്ടാക്കി നിന്നെ മാനം പോകും. ഒത്തുണ്ടാക്കി നിന്നെ മാനം പോകും. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു. ഞെട്ടിപ്പിക്കുന്ന വാർത്തയ്ക്ക് പുറകെ വരുന്ന ശബ്ദം കൂടിയാണ്. അതായത് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ആ യുവതിക്ക് സംഭവിച്ചത്. ടെറസിൽ ഇരിക്കുമ്പോഴാണ് പീഡന ശ്രമം ഉണ്ടായത്. അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കാം. എം.എസ്. അനീഷ് കുമാർ, ആ ലോഡ്ജ് ഉടമ അടക്കമുള്ളവരെ കണ്ടുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നടന്നത് കൃത്യമായിട്ടുള്ള ഒരു പീഡന ശ്രമമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് പോലും ഈ ശബ്ദങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും അപർണ, നമ്മളെ ഞെട്ടിപ്പിക്കുകയും ഒരുപക്ഷെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശബ്ദവും ദൃശ്യവുമാണ് പുറത്തു വന്നിരിക്കുന്നത്. എത്രമാത്രം സ്വയം ചെറുതായപ്പോൾ അല്ലെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ തോന്നിയപ്പോഴാണ് ആ കുട്ടി ആ വീടിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയത് അല്ലെങ്കിൽ ചാടാൻ ആ കുട്ടിയെ പര്യാപ്തമാക്കിയത് എന്നതിന്റെ ശബ്ദിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കുട്ടിയുടെ ദീനവിലാപം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് ആ കുട്ടി ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. മറുവശത്തുള്ള ലോഡ്ജുടമയായ ദേവദാസൻ അങ്കിളാണ് സംസാരിക്കണം, ഒച്ച വെക്കരുത്, മാനം പോകുമെന്ന് പറയുന്നത്. അതായത് അയാൾക്കറിയാം, അയാൾ തന്റെ ഇംഗിതത്തിന് വഴക്കാൻ വേണ്ടി മാത്രമാണ് ആ വീട്ടിലേക്ക് വന്നതും ആ കുട്ടിയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുവെന്നും ആ ദൃശ്യങ്ങളിലും ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. നേരത്തെ തന്നെ ആ പെൺകുട്ടി സ്വന്തം ജീവന് വേണ്ടിയിട്ട്, അതായത് സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലമുറയിട്ട് കഴിയുന്ന ഒരു സ്ത്രീ, ഇതൊന്നും കേൾക്കാതെ അവളെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന 3 പേര്. അപ്പം അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു റെക്കോർഡ് ചെയ്ത വീഡിയോസും കാര്യങ്ങളും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടി മുക്കത്തുള്ള സംഭവത്തിൽ ഈ ഒരു കുട്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ ക്യാമറ ഓണായി പോയതാണ് ഇതെല്ലാം റെക്കോർഡായത്. അപ്പോൾ എന്താ പറയുക, പടച്ചോനെ എന്തെങ്കിലും ഒരു തെളിവ് സൂക്ഷിക്കുമെന്ന് പറയുന്നതാണ് അല്ലേ. ആരും അറിയാതെ തന്നെ ഈ ഒരു വീഡിയോസ് കാര്യങ്ങൾ ഇപ്പോൾ പുറം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സൗണ്ട് കാര്യങ്ങളെല്ലാം ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഏതൊരു സ്ത്രീയാണെങ്കിലും മാനാഭിമാനം വിട്ടിട്ട് കളിക്കുന്ന സ്ത്രീകളല്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, അതല്ല പറയണത്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മൾ സ്വയം നോക്കണം, നമ്മളെ മാനാണ് അല്ലേ. ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ട സംഭവമാണ് നമ്മളെ മാനം. അത് കളഞ്ഞാണ്ട് നിൽക്കാൻ ആരും തയ്യാറാവില്ല. ഒരു നല്ല രീതിക്ക് ജീവിക്കണ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ. അല്ലാത്ത ആൾക്കാരുണ്ട്, അതെല്ലാം ഞാൻ പറയണം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോസ് അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ആ വീഡിയോസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹോട്ടൽ ഉടമേനെ പിടിച്ചു എന്നൊക്കെ ന്യൂസ് കാര്യങ്ങളും വരുന്നുണ്ട്. ആ വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ, ഇങ്ങനൊരു കാര്യങ്ങളും ഈ മുൻകൂട്ടി മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് മോശമായിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഈ സ്ത്രീക്ക് വരലുണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പെട്ടെന്ന് പ്രതികരിക്കുക, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആക്കാൻ നിൽക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതലാളിയാണെന്നുണ്ടെങ്കിലും നമ്മളവിടെ പീഡനം സഹിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് അല്ലേ. അതിൻ്റെ കാര്യമില്ല, ഈ ഒരു മുതലാളി അല്ലെങ്കിൽ നമുക്ക് വേറൊരു ജോലി കിട്ടും അല്ലേ. അപ്പോൾ എന്താ പറയുക, ഇത്രയും ക്രൂരമായിട്ട് ഒരു നിൽക്കുന്ന മുതലാളിമാരുടെ അടുത്ത് നമ്മൾ നിൽക്കാതിരിക്കല്ലേ നല്ലത്. അപ്പോൾ എല്ലാവരോടും പറയണത് നമ്മളെ ശരീരം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ മാനം നമ്മൾ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.